ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കുറേ കാലത്തിന് ശേഷം ഒരു മൂവി റിവ്യൂ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ARM അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള ടോവിനോയുടെ മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മൂവി സംഭവം ഇറങ്ങിയിട്ട് ഒരു 10-20 ദിവസത്തിൽ കൂടുതലായെങ്കിലും എനിക്ക് ഈ അടുത്തിടെയാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഒരു 4-5 ദിവസം മുന്നെയാണ് ഞാൻ മൂവി കണ്ടത് കേട്ടോ. അപ്പൊ മൂവി കണ്ട ഉടനെ തന്നെ എനിക്ക് ആ ഒരു മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ റിവ്യൂ വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന്. കാരണം എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരിക്കൽ കാണേണ്ട ഒരു മൂവിയാണ് എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിട്ടോ. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഈ മൂവി കാണാൻ പോയപ്പോ കുറച്ച് ബൈറ്റ്സ് അവിടുന്ന് എടുത്തിട്ടുണ്ട്. സോ അത് ആദ്യം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരും. അങ്ങനെ ഞങ്ങൾ 3 പേരും തിയേറ്റർ എത്തിയിട്ടുണ്ട്. നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത് മൈസൂരിലുള്ള നെക്സസ് സെന്റർ സിറ്റിയിലെ PVR സിനിമാസിലാണ് കേട്ടോ. അവിടെ വന്ന ഉടനെ കുറെ കന്നഡ സിനിമാസിന്റെ പോസ്റ്റേഴ്സ് കണ്ടു. പക്ഷെ നമ്മുടെ മലയാളം മൂവിയുടെ ഒരു പോസ്റ്റർ പോലും കണ്ടില്ല. അപ്പൊ ചെറിയ സങ്കടം തോന്നിയെങ്കിലും സിനിമ കണ്ടപ്പം ആ സങ്കടം എല്ലാം പോയിട്ടോ. ഞങ്ങൾ മൂവി കാണാൻ വരുമ്പോൾ റോഡിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഓൺ ടൈമിന് എത്തിപ്പെടാൻ പറ്റി. ഗുഡുഗുഡാന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. നമ്മളെല്ലാവരും സീറ്റ് നമ്പറൊക്കെ കൺഫേം ചെയ്ത് ഇരുന്നു. ഇനി സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. അപ്പൊ മൂവിയുടെ എന്താ പറയുക, ഒരു ഔട്ടർ ഒരു പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം ചെറുതായിട്ട്. അപ്പൊ മൂവിയിൽ ടോവിനോ മെയിൻലി 3 മേജർ ക്യാരക്ടേഴ്സ്, അതായത് ട്രിപ്പിൾ റോളിലാണ് വരുന്നത്. 3 ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്നുണ്ട് ഈ മൂവിയിൽ. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് ക്യാരക്ടറിന്റെ പേര് കുഞ്ഞിക്കേളു എന്നാണ്. ഇതൊരു എന്താ പറയുക 1900s ഒരു ഏർലി 90s ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ വരുന്ന രണ്ടാമത്തെ ക്യാരക്ടറിന്റെ പേരാണ് മണിയൻ. സോ മണിയൻ ഒരു മിഡ് 90s 1950 കാലഘട്ടത്തിൽ വരുന്നതാണ്. സോ ദിസ് മൂവി ബേസിക്കലി റിവോൾവ്സ് അറൌണ്ട് വില്ലേജ് ആൻഡ് ദ പീപ്പിൾ ഓവർ ദെയർ. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹം, ഒരു ദേവി വിഗ്രഹത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട് മൊത്തമായിട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് അജയന്റെ രണ്ടാം മോഷണം, അതായത് യങ്ങർ വേർഷൻ ഓഫ് ടോവിനോ, ആകെ കൂടെ 2 മോഷണമാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് ചെറുപ്പത്തിലും ഒന്ന് ആളുടെ ഇഷ്ടത്തിന് വേണ്ടി അവസാനം ചെയ്യുന്ന ഒരു മോഷണമാണ്. സോ മൂവി ബേസിക്കലി അതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറേ അടിപൊളി കാര്യങ്ങളുണ്ട്. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അതിന്റെ ഓരോ BGM, അതിന്റെ സോങ്സ് ഭയങ്കര അടിപൊളിയായിട്ടാണ് മൂവി നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ കേട്ടോ. ആൻഡ് എനിക്ക് പേഴ്സണലി ടോവിന് ഇങ്ങനെ 3 ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ, എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ കുറച്ചുകൂടെ എന്താ പറയുക ടച്ചിങ് ആയി തോന്നിയത് മണിയൻ, രണ്ടാമത്തെ ടോവിനോന്റെ ക്യാരക്ടറാട്ടോ. മണി എന്നുള്ളൊരു ക്യാരക്ടർ ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില്ലറ ഹാർഡ് വർക്ക് ഒന്നും പോരാ, കാരണം നല്ല രീതിയിൽ മസിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല രീതിയിൽ ഫൈറ്റ്സ് വീക്കെൻഡ്സ് ഉണ്ട്. അപ്പൊ ബോഡിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വന്നിട്ട് ടോവിനോന്റെ കൂടെ പേഴ്സ് ആയിട്ട് വരുന്നതാണ്. സോ ഫസ്റ്റ് വരുന്നത് തമിഴ് ആക്ട്രസ് ഐശ്വര്യ രാജേഷ് ആണ്. ആൾക്ക് കുറച്ചൊരു പോർഷനേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വരുന്നത് സുരഭിയാണ്. സുരഭി എടുത്ത് പറയണം, എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ആണ്. പക്ഷെ ഇതിലാള് വേറെ ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി തോന്നും. ആളും എന്താ പറയുക ഈ ഒരു സിനിമയില് കുറച്ച് സ്റ്റോറി ടെല്ലറായിട്ടുണ്ട്. ആ കുഞ്ഞു മോന് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ തേർഡ് ഹീറോയിനായിട്ട് വരുന്നത് കൃതി ഷെട്ടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് ഡിബു നിനൻ തോമസ് ആണ്. ആളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാ മ്യൂസിക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം ഈ മൂവിയുടെ ഫൈറ്റ്സ് വീക്കെൻഡ്സ് ആണ് കേട്ടോ. ഈ മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ് കൂടുതൽ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റണ്ടൊക്കെ ബോറടിക്കില്ല, അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി തോന്നും. അപ്പൊ ഈ മൂവിയുടെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിക്രം മോർ ആൻഡ് ഫീനിക്സ് പ്രഭു ആണ്. അപ്പൊ എന്താ പറയാ, എല്ലാവരും എഫേർട്ടും കൂടെ വന്നപ്പോ മൂവി നല്ല അടിപൊളി മൂവിയായി. എല്ലാവരും ഒരിക്കലെങ്കിലും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. സാധാരണ എന്റെ അമ്മയൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് പൊതുവെ അങ്ങനെ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷെ ഈ ഒരു സിനിമ കണ്ട് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞു ഒരിക്കൽ കൂടെ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് അതേ ഒരു ഇഫക്റ്റിൽ എനിക്ക് ഈ സിനിമ വീണ്ടും കാണാൻ തോന്നുന്നു. കാരണം അത്രയ്ക്കും ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി ഫിലിം.
സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ മൂവി കണ്ടപ്പം ഞാൻ ഇതിന്റെ ട്രെയിലറോ ടീസറോ ഒന്നും റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മൂവി ഇറങ്ങി മൂവി പോയി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്തായാലും ഇതിന്റെ റിവ്യൂ ചെയ്യണം, കാരണം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണെന്ന് തോന്നി കേട്ടോ. അപ്പം അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ വന്നിപ്പോൾ ചെയ്തത്. ആൻഡ് സോങ്സ് എല്ലാം അടിപൊളിയാണ്. വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ പാട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആരെങ്കിലും വേറെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ യുവർ നിയർ ബൈ തിയേറ്റർ. സോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം ഗൈസ്. വീണ്ടും നമുക്ക് കാണാം. ചാ ചാ.